നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇടുക്കിയിൽ ഇത്തവണ വിധി നിർണ്ണയിക്കുക 12,51,189 വോട്ടർമാർ. ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് 1003 പോളിംഗ് സ്റ്റേഷനുകൾ. വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം പൂർത്തിയായി. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. തെരഞ്ഞെടുപ്പിൽ 100% ശുഭപ്രതീക്ഷയുള്ളതായി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. പ്രചരണം അവസാനിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. മൂന്നാറിൽ യുവതിയെ ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് തോട്ടം തൊഴിലാളിയായ കാളിസെൽവത്തിന്റെ ഭാര്യ ലക്ഷ്മി. മൃതദേഹം കണ്ടെത്തിയത് മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷൻ നിവാസിയായ മുനിയാണ്ടിയുടെ വീട്ടിൽ. കാടുകയറിയ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്നാർ കുറ്റിയാർവാരിയിലെത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിക്കുകയും മേഖലയിൽ ഭീതി പടർത്തുകയും ചെയ്തു. മൂന്നാറിൽ പുലി കറുവപ്പശുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക്. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇടുക്കിയിൽ ഇത്തവണ വിധി നിർണ്ണയിക്കുക 12,51,189 വോട്ടർമാരാണ്. ജില്ലയിൽ 1003 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ജില്ലയിൽ 1003 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷൻ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ക്രൈസ്റ്റ് കിങ് LPS രാജമുടിയാണ്. 1503 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷൻ പീരുമേട് നിയോജക മണ്ഡലത്തിലെ പച്ചക്കാനം അങ്കണവാടിയാണ്. 28 വോട്ടർമാർ. ജില്ലയിൽ വനിതാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന 48 പിങ്ക് ബൂത്തുകളാണുള്ളത്. സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള പോളിംഗ് ബൂത്തുകളാണ് വനിതാ സൗഹൃദ പോളിംഗ് ബൂത്തുകൾ. ഓരോ മണ്ഡലത്തിലും 1 വീതം 5 മാതൃകാ ഹരിത ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ബൂത്തുകളിൽ 75% വെബ്കാസ്റ്റിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തേണ്ടത്. അത്തരത്തിൽ ജില്ലയിലെ 752 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യമുണ്ട്. 12,51,189 വോട്ടർമാരാണ് ഇടുക്കിയിൽ ഇത്തവണ വിധി നിർണ്ണയിക്കുക. ജില്ലയിലെ 5 മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലത്തിലെയും വോട്ടർമാരുൾപ്പെടെയുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ കണക്കാണിത്. 6,15,084 പുരുഷ വോട്ടർമാരും 6,35,064 സ്ത്രീ വോട്ടർമാരും 9 ഭിന്നലിംഗക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 12,797 പേരും 18-നും 19-നും ഇടയിൽ പ്രായമുള്ള 18,748 വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത്. ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വിജയപ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതാത് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും പോളിംഗ് സാമഗ്രികളും വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി അതാത് ബൂത്തുകളിൽ എത്തിച്ചു. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാകെ 1315 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതിനാവശ്യമായ 6312 പോളിംഗ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചു കഴിഞ്ഞു. ദേവികുളം മണ്ഡലത്തിൽ മൂന്നാർ ഗവൺമെന്റ് VHSSൽ നിന്നും, ഉടുമ്പൻചോല മണ്ഡലത്തിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നിന്നും, തൊടുപുഴ മണ്ഡലത്തിൽ ന്യൂമാൻ കോളേജിൽ നിന്നും, ഇടുക്കി മണ്ഡലത്തിൽ പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നും, പീരുമേട് മണ്ഡലത്തിൽ മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുമാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 1315 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ദേവികുളം മണ്ഡലത്തിൽ 195, ഉടുമ്പൻചോലയിൽ 193, തൊടുപുഴയിൽ 216, ഇടുക്കിയിൽ 196, പീരുമേട്ടിൽ 203, മൂവാറ്റുപുഴയിൽ 153, കോതമംഗലത്ത് 159 എന്നിങ്ങനെയാണ് മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ 6,312 പോളിംഗ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചു കഴിഞ്ഞു. 6 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളുണ്ട്. ഇവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും 47 സുരക്ഷാ നിരീക്ഷകരെയും നിയമിച്ചിട്ടുണ്ട്. 7,717 പോലീസ് ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് ദിനത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. 25 CRPF ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പ് കേന്ദ്രത്തിലും സ്ട്രോങ് റൂമുകളിലും നിയമിച്ചു. ഇടുക്കിയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയുടെ വികസനമാണ് ലക്ഷ്യം. ഇടുക്കിയിലെ പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ പ്രചരണത്തിലൂടെ കഴിഞ്ഞു. ഇടുക്കിയിൽ പദ്ധതികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നവർ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇന്ന് സൈലന്റ് വർക്കാണ്, നിശബ്ദ ഡേ എന്നുള്ള തരത്തിൽ തന്നെ പരമാവധി നമ്മൾ പരിചയം പുതുക്കാനും ആളുകളെ ഫോണിൽ വിളിച്ച് ഓട്ടപ്പെടുത്തിക്കാനും കഴിഞ്ഞ ഒരു 45 ദിവസത്തെ പ്രചരണ പരിപാടിക്ക് ഇപ്പോൾ തിരശ്ശീല വീഴുമ്പോൾ
ഇനിയും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ കാണാനും ഒക്കെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. വൈകുന്നേരം വരെ വളരെ നിശബ്ദമായ പ്രചരണം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 100% വിജയപ്രതീക്ഷയെന്ന LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDF വിജയിക്കും. തെരഞ്ഞെടുപ്പിൽ ശുഭപ്രതീക്ഷയുള്ളതായും ജോയ്സ് ജോർജ് പറഞ്ഞു. തീർച്ചയായിട്ടും 100% ശുഭപ്രതീക്ഷയാണ്, 100% വിജയപ്രതീക്ഷയാണുള്ളത്. ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കും, നമ്മൾ ജയിക്കും, ഒരു സംശയമാണ്. വിട്ടുപോയ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. പ്രചരണം അവസാനിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. NDA ഇത്തവണ ഇടുക്കിയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു. ഇന്ന് അവസാനത്തെ നിമിഷങ്ങളാണല്ലോ, അപ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതിനായി ഇപ്പോൾ വിട്ടുപോയവരെയും അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ SNDPൻ്റെ ബന്ധപ്പെട്ട് കുറച്ച് ശാഖകളൊക്കെ ഒന്ന് സന്ദർശിക്കാനുണ്ട്. പിന്നെ ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട് ഇന്ന്, നമ്മുടെ വക്കീലന്മാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെയുള്ള അവസാനത്തെ നിമിഷവും ഓരോ വോട്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ഇടുക്കിയിൽ വീണ്ടും ഇരട്ട വോട്ട് വിവാദം. BJPയുടെ പരാതിയെ തുടർന്ന് ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം 200-ലധികം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇരട്ട വോട്ടുകളിൽ ഭൂരിഭാഗവും 19-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇവർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അത് തടയണമെന്നും BJP ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ തങ്ങൾ തടയുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ഈ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മുൻപ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആ പരാതി അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോലയിൽ മറ്റും ഏതാണ്ട് 200 പരം ആളുകളെ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ഹിയറിംഗ് നടത്തുകയും ആ ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇരട്ട വോട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന 19-ാം തീയതിയിലെ തമിഴ്നാട്ടിൽ നടന്ന വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ വിവരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ആളുകൾ തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തടയുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധവുമായും ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായും മുന്നോട്ട് പോകും. മൂന്നാറിൽ യുവതിയെ ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോട്ടം തൊഴിലാളിയായ കാളിസിൽവത്തിന്റെ ഭാര്യ ലക്ഷ്മിയാണ് മരിച്ചത്. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷൻ നിവാസിയായ മുനിയാണ്ടിയുടെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് കാളിസെൽവം ഭാര്യ ലക്ഷ്മിയുമൊത്ത് മുനിയാണ്ടിയുടെ വീട്ടിൽ എത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കാളിസെൽവം വീട്ടിൽ നിന്നും പോയിരുന്നു. പിന്നീട് ലക്ഷ്മി വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി മുനിയാണ്ടി എസ്റ്റേറ്റ് മാനേജ്മെന്റിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റാണ് തങ്ങളെ വിവരമറിയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഒരു ലൈൻസിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതായിട്ട് വിവരം കിട്ടിയിട്ട് എൻ്റെ സ്റ്റേറ്റിലെ സൂപ്പർവൈസറുടെ മൊഴി അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. അത് ഈ ലേഡി നല്ലതല്ലേ താമസിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ലേഡിയാണ്. അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ കൂടെയാണ് ഈ ലൈൻസിലെത്തിയെന്നാണ് അറിയാറ്റുള്ളത്. മരണകാരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്തി വരികയാണ്. നല്ലതണ്ണി സ്വദേശിയായ ലക്ഷ്മിയും തമിഴ്നാട് സ്വദേശിയായ കാളിസെൽവവും ഏതാനും നാളുകളായി ഒരുമിച്ച് കഴിഞ്ഞു വരികയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ മൂന്നാർ കോളനിയിലാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇതിനിടെ മുനിയാണ്ടിയെ പരിചയപ്പെടുകയും ഇയാൾ സ്വന്തം വീട്ടിലേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് വരികയുമായിരുന്നു. ലക്ഷ്മിക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും நாட்டுகார் പറയുന്നു. அது நான் மாத்திரை சாப்பிட்டெல்லாம் பார்த்ததே இல்லை. நான் கேட்பேனா டெய்லி மாத்திரை சாப்பிட்றேன்ல இந்த பிள்ளை சொல்லுவா. நாங்கள் கேட்போம், சாப்பிடவே மாட்டா. அப்போ எங்கள் பிள்ளைய கூட தான் நைட்டெல்லாம் படுப்பா. நான் கேட்பேன் பகலில் என்னமோ சாப்பிட்டேங்கான்னு சொல்லுவாள். ஆனால் மாத்திரை சாப்பிட்டு நான் பார்த்ததே இல்லை. ஹார்ட் ப்ராப்ளம் இருக்குக்கான்னு சொல்லுவாள். அப்புறம் தண்ணியெல்லாம் 1 லிட்டர் தான் குடிக்கணுங்க, அளந்து தான் குடிக்கணும்னு சொல்லுவாள். அப்புறம் வந்து கிட்னி ப்ராப்ளம் இருந்துச்சு. இந்த கையும் இந்த காலும் வராது. லெஃப்ட் கையும் லெஃப்ட் காலும் ஒன்றுமே செய்ய முடியாது. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഫോറൻസിക് വിദഗ്ധരടക്കം സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. കാളിസെൽവത്തിനെയും മുനിയാണ്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാടുകയറിയ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്നാർ കുറ്റിയാർവാലിയിലെത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിക്കുകയും മേഖലയിൽ ഭീതി പടർത്തുകയും ചെയ്തു. ജനവാസ മേഖലയിൽ നിന്ന് പടയപ്പ ഇനിയും വനത്തിലേക്ക് പിൻവാങ്ങിയിട്ടില്ല. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. വനപാലകരെത്തി കാട്ടാനയെ ഇവിടെ നിന്നും തുരത്തിയെങ്കിലും തൊഴിലാളികൾ താമസിക്കുന്ന കൊരണ്ടിക്കാട് മേഖലയിൽ പടയപ്പ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടയപ്പ പതിവായി തന്നെ ജനവാസ മേഖലയിലും റോഡിലുമൊക്കെ ഇറങ്ങിയിരുന്ന സ്ഥിതിയുണ്ടായിരുന്നു.
തുടർന്ന് വനംവകുപ്പിന്റെ RRT സംഘം പടയപ്പയെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിക്കുകയും കാട്ടാനയെ കാട് കയറ്റുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും ആന ജനവാസ മേഖലയിൽ എത്തിയിട്ടുള്ളത്. മൂന്നാറിൽ പുലി കറവ പശുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. കന്നിമല ലോവർ ഡിവിഷനിൽ ശശികുമാറിന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. പശുവിനൊപ്പം മെഞ്ഞിരുന്ന കുഞ്ഞിനെയും കാണാതായതായി ഉടമ പറഞ്ഞു. എസ്റ്റേറ്റിന് സമീപത്തെ കാട്ടിൽ മേയാൻ വിട്ട കറവ പശുവിനെയാണ് പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. പുലി പശുവിനെ ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടമ ശബ്ദമുണ്ടാക്കി തുരത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. കാൽ തെറ്റി കുഴിയിൽ വീണ പശുവിനെ പുലി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഉടമ ശശികുമാർ പറഞ്ഞു. என்னோட மாடை லைன்ஸ் பக்கத்தில் உள்ள தொழுவில் வந்து புலி விரட்டி கொண்டு போய் கீழே போய் கொஞ்சம் ஒரு 100 மீட்டர் தள்ளி கொண்டு போய் அடிச்சிருச்சு. எங்களுக்கு அந்த மாடை வச்சு தான் வாழ்வாதாரம். அந்த மாட்டுக்கு அது கவர்மெண்ட் டாக்டர் இன்சூர் பண்ண கூப்பிட்டாலும் வர்றதில்லை. அவங்க வந்து ஒரு ஜீப்பு பிடிச்சி கொடுத்தா தான் நான் வருவோம், இல்லாட்டி மாடை இங்கே கொண்டு வந்து கவர்மெண்ட் ஆஸ்பத்திரி கொண்டு வந்தால் தான் இன்சூர் பண்ணுவோன்றதெல்லாம் சொல்கிறாங்க. இப்போவும் அந்த மாடை போஸ்ட்மார்ட்டம் பண்ணுறதுக்கு ஜீப்பும் மாடை கீறி கொடுக்குறதுக்கு ஆளும் கேட்டுட்டு வர முடியாதுன்னு இருக்காங்க. இதெல்லாம் இப்போ ഗവൺമെൻറ് ഇതിലുള്ള ഒരു നടപടിക്ക് എടുക്കണം. പശുവിനൊപ്പം മേഞ്ഞിരുന്ന കുഞ്ഞിനെയും കാണാതായതായി ഉടമ പറയുന്നു. 2 മാസത്തിനിടെ 4ാമത്തെ പശുവിനെയാണ് ഇവിടെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കാഞ്ചാറ് വെള്ളിലങ്കണ്ടത്തിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. തലയ്ക്കും നട്ടെല്ലിനും പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാത കടന്നു പോകുന്ന വെള്ളിലാങ്കണ്ടത്തിന് സമീപമാണ് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കാറിന്റെ മുൻഭാഗത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈട്ടിത്തോപ്പ് സ്വദേശികൾ ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയി മടങ്ങിവരവേ എതിർദിശയിൽ മേരികുളത്തിന് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തലയ്ക്കും നട്ടെല്ലിനും പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയോര ഹൈവേയുടെ നിർമ്മാണം 90% പൂർത്തിയായതോടെ പാതയിൽ അപകടങ്ങളും പതിവായിരിക്കുകയാണ്. ഉപ്പുതറ രാജീവ് ഗാന്ധി ഹൗസിംഗ് കോളനിയിലെ ആളുകൾ താമസിക്കുന്നത് ഏത് നിമിഷവും നിലംപൊത്താവുന്ന വീടുകളിൽ. 30 വർഷത്തോളം പഴക്കമുള്ള 50ഓളം വീടുകളാണ് കോളനിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓരോ വീടിന്റെയും കോൺക്രീറ്റ് കമ്പികൾ ദ്രവിച്ച് ഏത് നിമിഷവും തകരാവുന്ന സ്ഥിതിയിലാണ്. ഉപ്പുതറ 9 ഏക്കർ രാജീവ് ഗാന്ധി കോളനി നിവാസികളാണ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന വീടുകളിൽ കഴിയുന്നത്. 30 വർഷത്തോളം പഴക്കമുള്ള 50ഓളം വീടുകളാണ് ഈ കോളനിയിലുള്ളത്. ഓരോ വീടിന്റെയും മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാളികൾ ഇളകിയും കോൺക്രീറ്റ് കമ്പികൾ ദ്രവിച്ച ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയാണുള്ളത്. കൂടാതെ രാജീവ് ഗാന്ധി കോളനിയിലെ ഓരോ കുടുംബത്തിനും പട്ടയമെന്ന സ്വപ്നവും വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. മാറി മാറി വരുന്ന സർക്കാരുകളും ജനപ്രതിനിധികളും കോളനിയെ അവഗണിക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി ഒരു വീട് പോലും പണിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉപ്പുതറ രാജീവ് ഗാന്ധി ഹൗസിംഗ് കോളനിയിലെ വീടുകളുടെ ശോച്യാവസ്ഥ. ഏതാണ്ട് 50 വീടുകളുള്ള ഈ കോളനി 50 വീടുകളിലും താമസക്കാർ ഉള്ളതാണ്. എന്നാൽ ഒരു വീട് പോലും തന്നെ വാസയോഗ്യമല്ല എന്നുള്ള വസ്തുത ഇവിടെ നിഴലിച്ചു നിൽക്കുന്നു. ഈ വീടുകളുടെ അവസ്ഥ, ഇതിൻ്റെ കോൺക്രീറ്റ് എല്ലാം തുരുമ്പിച്ച് മേൽക്കൂര തകർന്നടിഞ്ഞ് കഴിഞ്ഞ 4 വർഷക്കാലമായുണ്ടായ വലിയ കാലവർഷക്കെടുതിയിൽ ഇവിടെയുള്ള കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട സ്കൂളുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും അടിയന്തരമായി ഇവർക്ക് വീടുകൾ നൽകാം എന്ന് MLA അടക്കമുള്ള ഭരണാധികാരികൾ പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു വീട് പോലും പണിയുവാൻ ഈ ഭരണകൂടത്തിൻ്റെ കാലാവധി കഴിയാറായ സാഹചര്യത്തിൽ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പല വീടുകളുടെയും ശോചനീയാവസ്ഥ കാരണം ഇവിടെ താമസിച്ചിരുന്ന മിക്ക കുടുംബങ്ങളും മറ്റു മേഖലകളിലേക്ക് മാറി താമസിച്ചു തുടങ്ങി.
ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീടുകൾ നവീകരിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നോ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. കോളനിയിലെ ഓരോ വീടുകളും നവീകരിക്കുന്നതിനൊപ്പം പട്ടയമെന്ന സ്വപ്നവും യാഥാർത്ഥ്യമാക്കണമെന്നാണ് കോളനിയിലെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ചെമ്പകപ്പാറയിൽ മധ്യവയസ്കനെ പാറപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചെമ്പകപ്പാറ പള്ളിക്കാനം സ്വദേശി ഇടപ്പറമ്പിൽ സന്തോഷിനെയാണ് അമ്മായിപ്പാറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 5 ദിവസത്തിലധികം പഴക്കമുണ്ട്. സമീപത്തു നിന്നും മദ്യക്കുപ്പിയും കണ്ടെത്തി. തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ SR സനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പശ്ചിമ കൈലാസനാഥിന്റെ തിരുവുത്സവത്തിന് രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ തുടക്കമായി. പറവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറിയതോടെയാണ് തിരുവുത്സവത്തിന് തുടക്കമായത്. 6 ദിവസങ്ങളിലായി നടക്കുന്ന രാജാക്കാട് പൂരം 29-ാം തീയതി സമാപിക്കും. SNDP ശാഖായോഗത്തിന്റെ കീഴിൽ സ്ഥാപിതമായിരിക്കുന്ന ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവം 6 ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത്. പറവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറിയതോടെയാണ് തിരുവുത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തിന്റെ ഭാഗമായി നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ദീപാരാധന, ഉത്സവബലി തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടക്കും. 28-ാം തീയതി ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളായ പള്ളിവേട്ട മഹോത്സവവും താലപ്പൊലി ഘോഷയാത്രയും നടക്കും. NRCT ഗുരുദേവ സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന താലപ്പൊലി ഘോഷയാത്രയിൽ സംസ്ഥാനത്തെ പ്രഗത്ഭരായ യജിവീരന്മാർ അണിനിരക്കും. തൃശൂർ പൂരത്തിന്റെ മേളപ്രമാണി ചേരാനെല്ലൂർ മോഹന വാര്യരും സംഘവും വാദ്യമേളങ്ങൾക്ക് കൊഴിപ്പേകും. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ രാജാക്കാട് പൂരവും നടക്കും. 29-ാം തീയതി ആറാട്ട് മഹോത്സവത്തോടുകൂടി തിരുവുത്സവത്തിന് കൊടിയിറങ്ങും. 6 ദിവസങ്ങളായി നടക്കുന്ന പൂജാകർമ്മങ്ങൾക്ക് മേൽശാന്തി M പുരുഷോത്തമനും സതീഷ് ശാന്തിയും കാർമ്മികത്വം വഹിക്കും. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ, KD രമേശ്, KS ലതീഷ് കുമാർ, G അജയൻ, IB പ്രഭാകർ തുടങ്ങിയവർ പങ്കെടുക്കും. ചെയർമാൻ സാബു P വാവലക്കാട്ട്, VS ബിജു, KP സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകും. കട്ടപ്പന തോവരിയാർ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷം നടന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് കൊയ്ക്കൽ തിരുനാൾ ദിന സന്ദേശം നൽകി. വിവിധ ആഘോഷ പരിപാടികളോടെ സംഘടിപ്പിച്ച തിരുനാളിൽ ഇടവക വികാരി ഫാദർ ജോസഫ് കൊയ്ക്കൽ തിരുനാൾ ദിന സന്ദേശം നൽകി. കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് വിശുദ്ധിയിലേക്ക് ഉയർന്ന വിശ്വാസ ജീവിതത്തിന്റെ മുമ്പിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും അതിലേക്ക് അതിജീവിച്ച് വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച വിശുദ്ധരെയാണ് സഭ പ്രധാനമായിട്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും തിരുനാളുകൾ അവിടെ ആഘോഷിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മൾ ഏത് വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചാലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് അവർ വിശുദ്ധരായി, എന്തുകൊണ്ട് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് വചനം നമ്മളെ ഓർമ്മിക്കുക. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കും, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവമായ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുക. വീണ്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കും, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ കുർബാന, ലതീഞ്ഞ, സ്നേഹവിരുന്ന എന്നിവ തിരുനാളിനോടനുബന്ധിച്ച് നടന്നു. തിരുനാൾ ദിന ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നിരവധി വിശ്വാസികളാണ് ദേവാലയത്തിലെത്തിയത്. തോപ്രാംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ മഹോത്സവം സമാപിച്ചു. സമാപനം കുറിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. തോപ്രാംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന 6ാമത് പ്രതിഷ്ഠാ മഹോത്സവമാണ് സമാപിച്ചത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ദീപാരാധന, സൂര്യകാലടി മഹാഗണപതി ഹോമം, സുബ്രഹ്മണ്യ പൂജ, കലശപൂജ, കലശാഭിഷേകം, അന്നദാനം, പൊങ്കാല സമർപ്പണം, താലപ്പൊലി ഘോഷയാത്ര എന്നിവയും നടന്നു. വാത്തിക്കുടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുത്തൻകാവ് മലനാരായണൻകുട്ടി എന്ന ആനയാണ് തിടമ്പേറ്റിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ബിജു വിശ്വംഭരൻ തിരുമേനി എന്നിവർ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ക്ഷേത്രം പ്രസിഡന്റ് ബിജു തോട്ടത്തിൽ, സെക്രട്ടറി PC സന്തോഷ് കുമാർ പുളിക്കത്തടത്തിൽ, കമ്മിറ്റിക്കാരായ ബിനോയ് വെള്ളൂർ, ഷാജി കോനാട്ട്, രതീഷ് വരിക്കാനിയിൽ, മനോജ് വിലാസം, സന്തോഷ് തെങ്ങനാങ്കുഴിയിൽ, വനിതാ സമാജം സെക്രട്ടറി ബിന്ദു PA, ഭരണസമിതി അംഗം ശാന്തമ്മ നാരായണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാത്തിക്കുടി 16-ാം ഖണ്ഡം ദക്ഷിണ കൈലാസം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ശിവപുരാണ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി പാർവതി പരിണയ ചടങ്ങ് നടന്നു. യജ്ഞാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടത്തിയത്. ശിവപാർവതിമാരുടെ മംഗല്യത്തിന്റെ പ്രതീകാത്മകമായാണ് യജ്ഞത്തിന്റെ 5ാം ദിവസം പാർവതി പരിണയ ചടങ്ങ് നടത്തിയത്. 16-ാം ഖണ്ഡം ടൗണിലെ ആൽത്തറയിൽ നിന്നും പൂത്താലം ഉൾപ്പെടെയുള്ള ഘോഷയാത്ര യജ്ഞശാലയിൽ എത്തിയതിനു ശേഷമാണ് പാർവതി പരിണയ ചടങ്ങ് നടന്നത്. യജ്ഞാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ജ്ഞാനയജ്ഞത്തിന്റെ 6ാം ദിവസം മഹാഗണപതി ഹോമം, ശിവസഹസ്രനാമജപം, ഗ്രന്ഥനമസ്കാരം, ശിവപുരാണ പാരായണം, മഹാസുദർശന ഹോമം, രുദ്രാഭിഷേകം, അന്നദാനം, സർവൈശ്വര്യ പൂജ, കുമാരപൂജ, മാതൃവന്ദനം, ദീപാരാധന, നാമസങ്കീർത്തനം തുടങ്ങിയവ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. പ്രേരണയാൽ കന്യാദാനം നടത്തിയ ഈ കന്യയെ നിനക്കായേകുന്നേ പരമേശ്വര. കട്ടപ്പന കുന്തളമ്പാറ വട്ടുകുന്നിൽപ്പടി അങ്കണവാടിയിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. സഹ്യജ്യോതി കോളേജ് സോഷ്യൽ വർക്കർ അഖിൽ മാത്യു ഷാജി ഉദ്ഘാടനം ചെയ്തു. കുമളി സഹ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെയും വട്ടുകുന്നിൽപ്പടി അങ്കണവാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ലൈഫ് സ്കിൽ, പോക്സോ, വൈകാരിക പക്വത, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസ് നടന്നത്. സോഷ്യൽ വർക്കർ അഖിൽ മാത്യു ഷാജി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരം അവരുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ അമൂല്യ സമ്പത്താണ് കുട്ടികൾ. അവരെ നമ്മൾ ഭാവി വാഗ്ദാനങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാൽ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കുട്ടികൾ, കൊച്ചുകുട്ടികൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോ വർഷം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ യുവതലമുറ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ പോലുള്ള വിഷയങ്ങളിൽ അവർ ഏർപ്പെടുമ്പോൾ അവരെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ കുട്ടികൾക്ക് ഒരു സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ പൊതുസമൂഹം ഈ കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അവർ അവബോധം സൃഷ്ടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിക്കൽ സ്കൂൾ കൗൺസിലർമാരായ രമ്യ PU, നിഷാമോൾ ജോസഫ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. അങ്കണവാടി ടീച്ചർ നിർമ്മല EK അധ്യക്ഷയായിരുന്നു. അനു തങ്കമുത്ത്, ജിസ്ന സജി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും മാതാപിതാക്കളുമടക്കം നിരവധി ആളുകൾ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. MG യൂണിവേഴ്സിറ്റി അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്ന പുതിയ ഓണേഴ്സ് ബിരുദ പാഠ്യപദ്ധതി പൊതുസമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും പരിചയപ്പെടുത്തുന്നതിനായി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 30-ാം തീയതി കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജെറോം സ്കൂളിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പൊതുജനങ്ങൾക്കും പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കലാകാരനാണ് അയ്യപ്പൻകോവിൽ ചപ്പാത്ത് സ്വദേശിയായ ഷിനു ജോയി. ഇദ്ദേഹം നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമുകൾ പൊതുസമൂഹത്തിന് അറിവ് പകർന്നു നൽകും വിധമാണെന്നതാണ് ഏറെ ശ്രദ്ധേയം. സാമൂഹ്യ വിഷയങ്ങളും ചിന്തകളും ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷിനു ഓരോ ഷോർട്ട് ഫിലിമുകളും നിർമ്മിക്കുന്നത്. 2020 പുറത്തിറങ്ങിയ മീൻചൂണ്ട എന്ന ഷോർട്ട് ഫിലിമാണ് ഇദ്ദേഹം ആദ്യമായി നിർമ്മിച്ചത്. പിന്നീട് ഇടുപ്പ്, മുന്നറിയിപ്പ് തുടങ്ങി നിരവധി ഷോർട്ട് ഫിലിമുകളും ഇദ്ദേഹം നിർമ്മിച്ചു. കട്ടപ്പന നഗരസഭ നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ ഷിനുവിന്റെ ആദ്യ ഷോർട്ട് ഫിലിമായ മീൻചൂണ്ട പുരസ്കാരത്തിന് അർഹമായി. നേരത്തെ മുതൽ തന്നെ എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഈ സമൂഹത്തിന്
എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിമുകൾ എടുക്കാനാണ് എനിക്ക് താല്പര്യം. അതുപോലെ തന്നെ സിനിമ ചെയ്യണമെന്നും ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അതിൻ്റെ തുടർച്ചയോണം എന്നാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നത്. ഇത് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം മീൻചൂണ്ടയാണ്. അതിനാണ് കട്ടപ്പന നഗരസഭയുടെ പുരസ്കാരം എനിക്ക് കിട്ടിയത്. തുടർച്ചയായിട്ട് 2 ഷോർട്ട് ഫിലിം കൂടെ ഞാൻ ചെയ്തു. അതിനും കുഴപ്പമില്ല. നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണേലും അല്ലാതെയും വളരെയധികം സപ്പോർട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നാണിപ്പം അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളും മറ്റും ഇറങ്ങുന്നത്. അപ്പം നമ്മളിപ്പോൾ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയിലോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസറാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പം നല്ല സിനിമകൾ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. കഥ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സമയം കിട്ടുന്ന അവസരങ്ങളിൽ കഥകൾ എഴുതുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ 3-4 കഥകൾ ഇരിപ്പുണ്ട്. സിനിമയ്ക്ക് പറ്റിയ കഥകൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ധാരാളം കലാകാരന്മാരുണ്ട്. അവരെ വെച്ച് തന്നെ ഇത് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും. കൂടാതെ ഇദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിലൂടെ ഒരു നടനായി ജനശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു താരം കൂടിയാണ് മീശ എന്ന് വിളിക്കുന്ന ഇരട്ടയാർ ഉപ്പുകണ്ടം സ്വദേശി ജോസഫ് പാർത്താനത്ത. ജോസഫ് ഷിനുവിന്റെ ഷോർട്ട് ഫിലിമുകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചു വരുന്നത്. നിരവധി നാടകങ്ങളിലും മറ്റും കഴിവ് തെളിയിച്ച ജോസഫിനെ ഷിനു തന്റെ ആദ്യ ഷോർട്ട് ഫിലിമിൽ തന്നെ കഥാപാത്രമാക്കുകയായിരുന്നു. കട്ടപ്പനയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരുന്നതിനൊപ്പം ഇത്തരം കലാവാസനകളെയും ചേർത്ത് പിടിക്കുകയാണ് ജോസഫ്. ഞാൻ കൗസംപൂരിലെ ഒരു ചെറിയ ഒരു ജീവനക്കാരനാണ്. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ സിനിമ വന്നതിനോട് ചോദിച്ചു അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, എങ്ങനെയാണ് മീശയൊക്കെ ഉള്ളതുകൊണ്ട് അഭിനയിക്കാൻ ഞാൻ വന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് നേരത്തെ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ആദ്യമായിട്ട് മീൻ ചൂണ്ടയിലെന്ന ഒരു ഷോർട്ട് ഫിലിം ഇറക്കി. അത് കഴിഞ്ഞ് ഇടിപ്പ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. അങ്ങനെ ഇവൻ എപ്പോഴും ഏതെടുത്താലും എന്നെ കൂടിയാണ് ചെയ്യുന്നത്. അല്ലാതെയും എറണാകുളംകാർ വന്ന് നല്ല ഷോർട്ട് ഫിലിമുകൾ വേറെയും എടുത്തിട്ടുണ്ട്. 2 എണ്ണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്ത ഓപ്പറേഷൻ പുളിയമ്മല, കുറുനരിയും ചെന്നായ്ക്കളും എന്ന് 2 എണ്ണം എറണാകുളംകാർ വന്ന് എന്നെ സെലക്ട് ചെയ്യുകയും ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയൊരു സിനിമ ചെയ്യുക എന്ന് തന്നെയാണ് ഈ ചെറുപ്പക്കാരന്റെ സ്വപ്നം. സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 2 കഥകൾ തന്റെ പക്കലുണ്ടെന്നും അനുയോജ്യമായ ഒരു നിർമ്മാതാവിനെ കിട്ടിയാൽ ഉടൻ സിനിമയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ഷിനു പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലേല വിവരം. ആകലോട്ട് 168. വിൽപ്പനയ്ക്ക് വന്നത് 55,482. വിൽപ്പന നടന്നത് 54,253. കൂടിയ വില 2,505. ശരാശരി വില 1,919. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ. ഏലം കൂടിയ വില 1,900. ഏലം ശരാശരി വില 1,500. കാപ്പിപ്പരിപ്പ് 330, ഗ്രാമ്പു 925, കൊക്കോ 240, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,625 രൂപ. വെള്ളി 82. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇടുക്കിയിൽ ഇത്തവണ വിധി നിർണയിക്കുക 12,51,189 വോട്ടർമാർ. ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് 1003 പോളിംഗ് സ്റ്റേഷനുകൾ. വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം പൂർത്തിയായി.
വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. തെരഞ്ഞെടുപ്പിൽ 100% ശുഭപ്രതീക്ഷയുള്ളതായി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. പ്രചരണം അവസാനിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. മൂന്നാറിൽ യുവതിയെ ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് തോട്ടം തൊഴിലാളിയായ കാളിസെൽവത്തിന്റെ ഭാര്യ ലക്ഷ്മി. മൃതദേഹം കണ്ടെത്തിയത് മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷൻ നിവാസിയായ മുനിയാണ്ടിയുടെ വീട്ടിൽ. കാടുകയറിയ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്നാർ കുറ്റിയാർവാരിയിലെത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിക്കുകയും മേഖലയിൽ ഭീതി പടർത്തുകയും ചെയ്തു. മൂന്നാറിൽ പുലി കറുവപ്പശുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.